എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി അല്ലേ. അപ്പം ഞാൻ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു 4 റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ സലു സിമ്പിൾ റെസിപ്പീസിൽ ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ 94 റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഉടൻ തന്നെ 100ാമത്തെ റെസിപ്പി ആകും. അപ്പം 100ാമത്തെ റെസിപ്പി ആകുമ്പം നിങ്ങൾക്ക് എനിക്കൊരു സമ്മാനം തരണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അതായത് ഞാൻ അപ്പോൾ ചെയ്തിരിക്കുന്ന ഈ 100 റെസിപ്പി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ ഞാൻ ചോദിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന 100 പേരിൽ നിന്നായിരിക്കും ഞാൻ വിജയികളെ കണ്ടെത്തുന്നത്. അപ്പോൾ എളുപ്പമല്ലേ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യുക. ഒട്ടും താമസിയാതെ നമ്മളുടെ ഇന്നത്തെ റെസിപ്പീസിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാൽ സർബത്താണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് റാസ്ബെറി ജെല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നല്ല തിളച്ച വെള്ളം ഞാൻ 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു പാക്കറ്റിൽ ഉണ്ടാവും അതുണ്ടാക്കേണ്ട വിധം. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കുറച്ച് വെള്ളം കുറച്ചിട്ടേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോഴാ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇതൊന്ന് അലിയിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും അലിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനിത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. കണ്ണാടി പോലെ ഇരിക്കും നമ്മുടെ ജെല്ലി. ഇനി ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഇതാ ഒഴിച്ചു കൊടുക്കാണ്. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇതിൽ നിന്ന് ഞാൻ 1/4 കപ്പ് പാൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 4 ടീസ്പൂൺ കോൺഫ്ലോർ ഇതുപോലെ ഇട്ട് കൊടുത്ത് കട്ട ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കും. ഒട്ടും കട്ട വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ല സ്മൂത്ത് ആക്കി എടുക്കണം കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തരി പോലും കട്ട വരരുത്. അപ്പൊ ആ പാൽ ഇതുപോലെ ചൂടായി തിള വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ടിൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. അല്ലാതെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ഹെർഷീസിന്റെ സ്ട്രോബെറി സിറപ്പാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സിറപ്പൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ. പക്ഷെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ സ്ട്രോബെറിയുടെ തന്നെ ഞാൻ മറ്റൊരു സിറപ്പ് ഒരു 2 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇളക്കിയ ശേഷം ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ കലക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലോറിന്റെ കൂട്ടുണ്ടല്ലോ അത് നല്ലതുപോലെ ആ ഒഴിക്കുന്നതിന് മുൻപ് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചെറിയ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കട്ടിക്ക് കിട്ടും നമ്മുടെ പാൽ. ഒരുപാട് ഓവർ കട്ടി ആവാനും പാടില്ല. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാണ്. ഞാൻ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ചിയ സീഡും 1 ടീസ്പൂൺ ബേസിൽ സീഡും അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ഫ്ലേക്സും പിന്നെ സൺഫ്ലവർ സീഡ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് മാറ്റി വെക്കാണ്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഞാൻ വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് ഞാൻ 1/4 കപ്പ് ചൗരി കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ ചൗരി വേവിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അപ്പൊ ചൗരിക്ക് ഒരു മധുരം കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ ചവരി ഇപ്പം ആ ഒരു നല്ലൊരു ട്രാൻസ്പെറന്റ് ആവുന്ന ആ ഒരു സമയത്താണ് ഇത് കുക്കായെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാവുമ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാന് തയ്യാറായിരിക്കുന്ന നമ്മളുടെ പാലിന്റെ കൂട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്തപ്പോഴേക്കും ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ ചൗരി വേവിച്ചത് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന സീഡൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പാൽ സർബത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പിസ്തയും കാഷ്നട്ടും ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാണോ നമുക്കിഷ്ടം നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് നട്ട്സ് എല്ലാം ഇതിൽ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കാം. പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ വീതം ഉലുവ, പെരിഞ്ജീരകം, 2 പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്കായ, കുറച്ച് കറിവേപ്പില
ഇത്ര ഇട്ട ശേഷം നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ഇതുപോലെ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 4 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാണ്. എല്ലാം ചേർത്ത് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിരിക്കുന്നത്. അടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പൊ പൊടികൾ കരിയാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി അതിന്റെ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം അടി ചേർത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മീതെ മാത്രം ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടിയിൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ അടി ചേർത്ത് ഇളക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. എങ്കിലേ ആ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കത്തുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളി, അത്യാവശ്യം നല്ല കളറും പഴുത്തതുമായിട്ടുള്ള തക്കാളിയാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇനി ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. എളുപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതെല്ലാം ഇപ്പൊ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട ശേഷം ഒറ്റ വിസിൽ മാത്രം കേട്ടാൽ മതി കേട്ടോ. ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ മറ്റൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാണ്. നെയ്യ് ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 2 പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സവാള സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് കീറിയത്, ഇത്ര എടുത്തിട്ടുണ്ട്. അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം ആദ്യം ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് എടുത്തത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പല രീതിയിൽ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു രീതി വളരെ എളുപ്പത്തിന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നല്ല കിഡു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇളക്കിയ ശേഷം ഞാൻ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കും ഇതിലേക്ക് സവാളയൊക്കെ ചേർക്കണോ ഇത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുമോ, അപ്പൊ മനസ്സിലാവും എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ 3 കപ്പ് റൈസിന് 5.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളമാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി നല്ല വൃത്തിയായി ഇതുപോലെ ഒന്ന് വെച്ച ശേഷം നമുക്ക് അതിന് തിളയ്ക്കണം. അപ്പൊ ഇതിനിടയിൽ നമ്മളുടെ ചിക്കൻ റെഡിയാകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഞാനിപ്പോ 3 കപ്പ് അരിയാണ് എടുത്തത്. അത് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. അപ്പൊ 10 മിനിറ്റേ ഞാനിത് ഈ അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ജീരകശാല അരിയാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ കഴുകി ഊറ്റിയ അരി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോ അടച്ചു വെച്ച്, ഇനിയിപ്പോ എളുപ്പമാണ്, ഒന്നുമില്ല, അടച്ചു വെച്ച് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് ഫ്ലെയിം വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എളുപ്പമല്ലേ റൈത്ത? പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് റൈത്ത എന്ന് പറയുന്നത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അനുസരിച്ചെല്ലാം റൈത്ത തയ്യാറാക്കി എടുക്കാം. അപ്പൊ തൈരിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ഞാനിവിടെ പകുതി സവാള, പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈത്ത എന്നൊക്കെ പറയുമ്പം ഒരു ജോലിയും ഇല്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തൈര് വീട്ടിലുണ്ടെങ്കിൽ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റണ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റൈത്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അടപ്പ് മാറ്റി നെയ്ച്ചോറ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ചുകൂടി ഇതൊന്ന് വറ്റി വരാനായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇത് റെഡി ആയിക്കോളും. അപ്പൊ ഞാനൊന്ന് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് മൂടിക്കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ അടപ്പ് മാറ്റി കണ്ട വെള്ളമൊക്കെ
പെട്ടെന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എളുപ്പമല്ലേ ഈ രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ? വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിൻ ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ നെയ്ച്ചോറ് എന്ന് പറഞ്ഞാല്. അപ്പൊ ദാ നമ്മുടെ കുക്കർ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സ്റ്റീം പോയിട്ടാണ് ഞാൻ വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റ് പാകത്തിന് നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരുവം. എന്തുടഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കുക്കറിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വന്നാൽ ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റണ ഒരു ഐറ്റമാണ്. അപ്പൊ നമ്മുടെ പാൽ സർബത്തിന് വേണ്ടിയിട്ട് ഞാൻ ദാ വാട്ടർമെലൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നല്ല കളറും നല്ല മധുരവും ഉള്ള വാട്ടർമെലൺ എടുക്കുകയാണെങ്കിലാണ് ഒത്തിരി നല്ലത്. അപ്പൊ ദാ വാട്ടർമെലൺ കട്ട് ചെയ്ത ശേഷം ഞാൻ ഒരു ചെറിയ സ്കൂപ്പർ കൊണ്ട് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല അട്രാക്ഷൻ ഉള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കി സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കുന്നവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഇത് നല്ല കളറായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിങ്ങനെ എല്ലാ ഇതും സ്കൂപ്പ് ചെയ്ത് എടുക്കുകയാണ്. വാട്ടർമെലൺ നമുക്ക് സ്കൂപ്പ് ചെയ്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് അല്ലെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം ഇരിക്കുന്നത് പോലൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഞാൻ ഈ ഒരു വാട്ടർമെലൺ എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ജെല്ലി എടുത്ത ശേഷം ഞാൻ ഇതൊന്ന് റഫായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതാ ഇതുപോലെ, അല്ലാതെ പീസാക്കിയൊന്നും എടുക്കണം എന്നില്ല. ചെറിയ ചെറിയ പീസ് വരത്തക്ക രീതിയിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാൽ സർബത്താണിത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചവ്വരിയൊക്കെ ചേർത്തത് കൊണ്ടാണ് അതിനൊരു നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതാ ഒരു ലെയർ നമ്മളുടെ ജെല്ലി ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം ജെല്ലി ഇട്ട ശേഷം നമുക്ക് ഈ വാട്ടർമെലൺ സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ദാ 2 വലിയ ഗ്ലാസ്സാണ് ഞാൻ ഇത് സെർവ് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പൊ ദാ ഇതിലേക്ക് ഇട്ട ശേഷം ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിന്റെ കൂട്ടുണ്ടല്ലോ അത് ദാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും ഞാൻ ഇതിന് മീതെ ദാ ഇതുപോലെ നമ്മളുടെ ജെല്ലി ഒന്ന് ഇട്ട് കൊടുക്കാണ്. ദാ ഇതുപോലെ ജെല്ലി ഒന്ന് വീണ്ടും ലെവൽ ചെയ്ത ശേഷം വീണ്ടും ഞാൻ ഈ പാലിന്റെ കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്ത ശേഷം അതിന് മീതെ നമ്മുടെ വാട്ടർമെലൺ സ്കൂപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കും. അപ്പൊ ഇത് കുടിക്കുമ്പം പ്രത്യേകിച്ച് നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. പിന്നെ ഞാൻ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഇതിന്റെ മീതെ വെച്ചു കൊടുക്കാണ്. ഇത് ഓപ്ഷണൽ ആണ്, ഇത് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പൊ ഇതിവിടെ ഐസ്ക്രീം ഇരുന്നോണ്ട് ഞാൻ വെച്ചു കൊടുത്തിട്ട് അതിന് മീതെ ഞാൻ ഇതുപോലെ ഒരു വാട്ടർമെലണും കുറച്ച് ജെല്ലിയും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യും. കുറച്ച് ഹെർഷീസ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നമുക്കിത് തണുപ്പിച്ച് നന്നായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ അടിപൊളി പാൽ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.